ഹലോ ഗായ്സ്, ഉടായിപ്പോൾ പ്ലസ് ചാളീസ് ടു ന്യൂബിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അന്നിപ്പോൾ നമ്മൾ പുതിയൊരു ലെക്സ് പ്ലേ സീരീസ് തുടങ്ങി. നമ്മൾ സ്പോൺ ആയതിൻ്റെ ഒരു വില്ലേജിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ ഗോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മുടെ വീട് പണിയാനുള്ള റീസസ് ഒക്കെ കളക്ട് ചെയ്യണം. പിന്നെ ഒരു ഫുൾ അയൺ ആർമർ ആകണം. പിന്നെ നമ്മളൊരു ബേസ് പണിയണം, സ്റ്റാർട്ടർ ബേസ്. നിങ്ങൾ കണ്ട ഒരു ചെറിയ ട്രീ ഉണ്ടാകും, കുറേ ചെറിയ ട്രീ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ വില്ലേജിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല വ്യൂ ഉണ്ട് ഗൈസ്. അപ്പുറത്തൊരു ഡ്രൗണും നിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ റീസസ് കളക്ട് ചെയ്തൊരു വലിയ വീടാണ് പറയാൻ പോണത്. സ്റ്റാർട്ടർ ബേസ് ആയിരിക്കും ഗൈസ് അത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു മരം തട്ടണോ? വേണ്ട, അവിടെ ഒരു ബീഹൈവ് ഉണ്ട്. പിന്നെ ഗൈസ് ഇതൊരു പ്രത്യേക വില്ലേജാണ് ഗൈസ്. എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു സ്റ്റോൺ കട്ടറൊക്കെ കണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു വില്ലേജറിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രത്യേക ടൈപ്പ് വില്ലേജാ കണ്ട ഗൈസ്. ലൈബ്രറിയനൊക്കെ വേറെ ഏതോ വീട്ടിലൊക്കെ കയറി പോകുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ കുറേ റീസസ് മുഴുവൻ എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ചത്ത്, അതുകൊണ്ടാണ് XP ലെവൽ പോയത്. എൻ്റെ ബെഡ് ഉണ്ടായിരുന്ന ഭാഗ്യം, ഞാൻ ബെഡും കൊണ്ടാണ് പോയത്. അപ്പോൾ അവിടെ തന്നെ റീസ്പോൺ ആയി. ഓക്കെ, അതാണ് എൻ്റെ XP ലെവൽ കുറഞ്ഞിരിക്കണത്. ഓക്കെ, എടാ ഇത് ഇത്ര സാധനം എടുത്ത്, പിന്നെ ബെഡ് ഞാൻ അവിടെ കളഞ്ഞ്, ബാക്കി സ്ഥലമില്ലാത്തതുകൊണ്ട്. പിന്നെ ശരിക്കും ഒരു മോസ് ബ്ലോക്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ അവിടെ ബേസ് അല്ല, അവിടെ ഒരു വില്ലേജറിൻ്റെ വീട്ടിലെ ചെസ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഒരു മോസ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എന്നെ ചെസ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് ഇതിൻ്റെ അകത്ത് ഗൈസ് എനിക്കൊരു കട്ടർ ഞാൻ കണ്ടത്, അല്ല ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിക്കണത് ഗൈസ്. ഇവിടെ ബാരിലും ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചേക്കാം. പിന്നെ നമുക്ക് അയൺ കിട്ടി ഗൈസ്, അത് നന്നായി. അപ്പോൾ നമുക്ക് അതൊക്കെ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അയൺ സ്മെൽറ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നമുക്ക് ആദ്യം സ്റ്റോൺ മുഴുവൻ സ്മെൽറ്റ് ചെയ്യേക്കാം. ഓക്കെ, അങ്ങനെ സ്റ്റോണും അയണും സ്മെൽറ്റ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് അയൺ കൊണ്ട് നമുക്ക് ആർമറായിട്ട് ടൂൾസ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കൊരു ഹെൽമെറ്റ്, പിന്നെ ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, പിന്നെ ബൂട്ട്സ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഇത് നമുക്കിത് മുഴുവൻ കിറ്റാക്കാം. ഫുൾ ആർമർ അതിൻ്റെ ടൂൾസ് കിറ്റാവണം. അതിന് നമുക്ക് കുറച്ച് ടൂൾസിനും പിന്നെ ഇതിനൊക്കെ വേണ്ടി നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് അല്ല എന്തായിരുന്നത്, ഷീൽഡിനും കൂടി ആയിട്ട് നമുക്ക് വേണം. അപ്പം അതിനു വേണ്ടി നമുക്ക് ആദ്യം ടൂൾസ് ഉണ്ടാക്കണം. ടൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഉണ്ടാക്കാം. ഫസ്റ്റ് ഒരു ആക്സ്, സ്വാഡ്, മെയിനായിട്ടുള്ള പിക്കാക്സ്, ഷവല്, പിന്നെ ഒരു ഹോയും കൂടി ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് അതുകൊണ്ട് ഇച്ചിരി ഉണ്ടാക്കി ഒരു ഹോയും കൂടെ ഉണ്ടാക്കിയേക്കാം. അതിനുള്ള വുഡ് ഇല്ലായിരുന്നു. ഓക്കെ, ഒരു ഹോയ് ഇപ്പം കറക്റ്റായി. ഇനി നമുക്കൊരു മറ്റേ ഇതുണ്ടാക്കണമല്ലോ, പിന്നെ വിട്ടോ ഷീൽഡ്. അപ്പം അതിനുള്ള നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഷീൽഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 ഗോൾ തീർന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ റീസസ് മുഴുവൻ കളക്ട് ചെയ്യണ ഗോളും കഴിഞ്ഞ്, പിന്നെ ഫുൾ അയൺ ആർമർ ആയിട്ടുള്ള ഗോളും കഴിഞ്ഞ്. ഓക്കെ, ഇനി ഫുള്ള് നമുക്ക് കിറ്റ് അയക്കാം. ഓക്കെ ഗൈസ്, ഫുള്ള് അയൺ ആർമർ ആൻഡ് ടൂൾസ് ആയി. പിന്നെ ഈ ബെഡ് ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതായി ഒരു വില്ലേജറിൻ്റെ. പിന്നെ നമുക്കൊരു ബക്കറ്റ് കൂടി ഉണ്ടാക്കിയേക്കാം. 2 ബക്കറ്റ് ഇരിക്കട്ടെ, ആവശ്യം വരും. പക്ഷെ ഒരു വില്ലേജർ വന്ന് കയറിയേക്കണ്. ഇവരിതൊക്കെ അടിച്ചു മാറ്റുമോ? ഇറങ്ങി പോടാ. ഇതെന്താ പൈസ? ഇതെന്തോ ഇവിടെ എന്തോ വേറെന്തോ, ഇതെന്താന്ന് എനിക്കറിയത്തില്ല. ഈ വില്ലേജ് ഒരു പ്രത്യേക വില്ലേജാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വില്ലേജ് കാണുന്നത്. ഒരു ചെറിയ വില്ലേജാണ്, പക്ഷേ വില്ലേജിൻ്റെ അകത്ത് സ്റ്റോൺ കട്ടർ, ഇത് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ. പക്ഷെ അപ്പം നമ്മൾ വീട് പണിതിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പിന്നെ ഞാൻ ചത്ത്. അങ്ങനെ പിന്നെ XP ലെവൽ ഇച്ചിരി കൂട്ടി. അയ്യോ, ഞാൻ ഫയർ എടുത്താൽ മറന്നുപോയി, സോറി. പിന്നെ എനിക്കറിയാം ഇതുകൊണ്ട് നമുക്ക് പാലം ഉണ്ടാക്കാൻ പറ്റും ഗൈസ്, നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടെങ്കിൽ.
ഒരു ശവലും എടുത്തിട്ട് അത് മുഴുവൻ കിടത്തിയാൽ മതി. കണ്ട, ഇങ്ങനെ അങ്ങ് തീനെ മേളിൽ കാണിച്ചാൽ മതി. അപ്പോൾ അത് മുഴുവൻ പോകും. കണ്ട ഗൈസ്, നമുക്കില്ലേ വേണമെങ്കിൽ ഒരു ബ്രിഡ്ജൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഒറ്റത്തത് കണ്ട ഗൈസ്, നമുക്ക് ഇങ്ങനെ അങ്ങ് കിടത്തിയാൽ മതി. പിന്നെ ഒരു ബ്രിഡ്ജൊക്കെ ആക്കാൻ പറ്റും ഇത്. ഓക്കെ, പിന്നെ നമ്മുടെ ബോസ് ബ്ലോക്ക് കിട്ടിയാൽ നന്നായി ഗൈസ്. എനിക്ക് മറ്റേ ഇതുണ്ട്, മോസ് ബ്ലോക്ക് ഉള്ള വലിയ നല്ല കാര്യമായി. പക്ഷെ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല ഗൈസ്, ആ മോസ് ബ്ലോക്കിൻ്റെ. പിന്നെ നമുക്ക് വീണ്ടും കിട്ടുമായിരിക്കും എൻ്റെ ആ പൂവുള്ള ടൈപ്പ് ചെടിയില്ലേ, അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും പൂവുള്ള ടൈപ്പ് മരം. പിന്നെ നമുക്ക് അതുപോലെ ഷെയർ ചെയ്തിട്ട് വരാം. ഓക്കെ, അതുപോലെ ഷെയർ ചെയ്ത് നമ്മൾ ഇവിടെ മുഴുവൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ നമ്മൾ ഈ താഴെയുള്ള മറ്റേ അപ്പുറത്ത് എന്താ അങ്ങനെ ലെയർ ചെയ്തതെന്ന് അറിയാവാ? ഇതിലെ കൂടെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. ഞാൻ അപ്പം അത് പറഞ്ഞുതരാം, അത് ഒരു സീക്രട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ താഴെ ഒരു ഇലക്ട്രിക് മാറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പ്രഷർ പ്ലേറ്റ് ഉണ്ട് ഗൈസ് അവിടെ. കണ്ടോ, ഈ ക്രാഫ്റ്റിംഗ് ടേബിളും ബെഡും പിന്നെ കട്ടറും ഒക്കെ ഇല്ലേ ഗൈസ്, ഞാനാണെങ്കിൽ ആ വില്ലേജിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഫർണസ് ഞാൻ പിന്നെ ഒരെണ്ണം ഉണ്ടാക്കി. പിന്നെ കുറച്ച് സ്മോക്കറും ഒരു ബ്ലാസ്റ്റ് ഫർണസും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ സ്മെൽറ്റർ ഏരിയ അതാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ഇനിയാണ് ഗൈസ്, അത് ഞാൻ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റോറേജ് താഴെയായിട്ടാണ് വന്നത്. കണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റോറേജ്. ഇച്ചിരി വലുതായി പോയി. നമ്മളെല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഡെക്കറേഷൻ ബ്ലോക്കിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ലീവ്സ് അങ്ങ് വെച്ചേക്കാം. ലെതർ നമുക്ക് ആനിമൽ ഡ്രോപ്സിൻ്റെ കൂട്ടത്തിൽ വെച്ചാൽ മതി. ഇവിടെ അല്ല. ഇതാണ് ആനിമൽ ഡ്രോപ്സ്. പിന്നെ നമ്മൾ താഴെ ഫുള്ള് മറ്റേ ഫ്ലോറിങ് ആണ് ചെയ്തത്. കണ്ട ഐസ്, ഇവിടെ നമ്മളൊരു ബ്രിക്ക് കണ്ട ഐസ്, അത് ക്രാക്ഡ് ബ്രിക്സ് ആണ്. പിന്നെ മോസ് ബ്ലോക്ക് കൊണ്ട് നമ്മൾ കുറച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രിക്സ് ഞാൻ മോസ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രാവലൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇടക്കിടക്ക്. അതെന്താണെന്നറിയാമോ ഗൈസ്, ഇത് ഇച്ചിരി പഴയ വീടായിട്ട് തോന്നണം, ഇച്ചിരി പൊട്ടിപ്പൊളിയാറായ ഒരു വീടായിട്ട് തോന്നണം. അതുകൊണ്ടാണ് ഗൈസ്. കണ്ട ഐസ്, ഇവിടെ കുറച്ച് ഞാൻ മറ്റേ മോസ് ബ്ലോക്ക് കൊണ്ട് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഡ് ബ്രിക്സ് ഉണ്ടാക്കണമെങ്കിലില്ലേ, അതെങ്ങനെയാണെന്ന് പറയാം. ആദ്യം ഇങ്ങനത്തെ ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതൊന്നും കൂടി ഫർണസിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഡ് ബ്രിക്സ് ആക്കി കിട്ടും. പിന്നെ ഈ സൈഡിൽ കൂടെ ഓടിക്കളിക്കാം നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ നമുക്ക് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.